വിളിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടില്ല. മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ നിങ്ങളുടെ ജീവിതമാ തകർക്കണേ. നിങ്ങളുടെ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തെ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ അവന്റെ നാക്കിൽ മുറിഞ്ഞു, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചു തന്നു, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ ഖുർആൻ പഠിച്ചവനാ. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ, ഇതിനേക്കാളും വലിയ വേദന എന്തെന്നറിയോ, ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടിപ്പോകണേ. നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി, ബാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പുറപ്പ്, ഉമ്മ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അല്ലാഹുവിന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. ഓരോ ഭർത്താവും ചിന്തിക്കൂ, നീ മരിച്ചാൽ നിന്റെ ഭാര്യ പറയുമോ നീ നല്ലവനായിരുന്നു? ലോകത്ത് ആര് നല്ലവനാന്ന് പറഞ്ഞാലും ഓട് നിന്നെക്കുറിച്ച് പറയൂല. നമ്മുടെ ഭാര്യമാരെ ആരെക്കുറിച്ച് നല്ലതെന്ന് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. ഓരോ ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയും, ഉസ്താദ് പറഞ്ഞു കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, എൻ്റെ മൂക്കിലൂടെ ചീഞ്ചലം ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം. അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാ എനിക്ക്. ആരാ പറയണേ? വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവൻ, കണ്ണും കഞ്ചാവ് അടിച്ചടക്കുന്നവൻ ഭാര്യ എടുത്ത് പോയിട്ട് പറയുക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എന്നാ ചങ്ങാതി, നീ പോകണമെങ്കിൽ ഓട് തീരുമാനിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം നീ നല്ലവനാണെന്ന്? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന, ഒരുപാട് ഇഷ്ടമുള്ള, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എൻ്റെ കൂടെ മരണം വരെ ഉണ്ടെങ്കിൽ ഉറപ്പല്ലേ ആ ലൈഫ് വേറെ ലെവലായിരിക്കുന്നത്. അതുകൊണ്ടാണ് മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവായ പടച്ചവൻ്റെ അടുത്തേക്ക് ഏറ്റവും കൂടുതലായി എടുക്കാൻ വേണ്ടി പറയുന്നത്. കാരണം ഒരു ശില്പിക്ക് മാത്രമേ അവനുണ്ടാക്കിയ ശില്പത്തെ ഏറ്റവും നന്നായി അറിയുള്ളൂ. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ഹൃദയം കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുക്കും. അവിടെ സേഫാണെന്ന് കരുതും, അവിടെ പെട്ടു. വീണ്ടും ആ ഹൃദയം എടുത്ത് വേറെ ആളുടെ കൊടുക്കും, അയാളെൻ്റെ ഹൃദയം നോക്കിക്കോളും. ഒരൊറ്റ കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഹൃദയം ആദ്യം പടച്ചവന് കൊടുത്താൽ, ഇതെൻ്റെ വാക്കാണ്, ഡു എവ്രിതിങ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ലോർഡ്. മനോഹരമായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടും. മനസ്സിലെപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ, എപ്പോഴും വേവലാതിയുള്ളവർ, എപ്പോഴും ബേജാറ് പറയുന്നവർ, എപ്പോഴും അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നവർ തൻ്റെ വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെക്കണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല. വലത് കൈയിനെ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അഊദു ചൊല്ലലാണ്, പിന്നീട് ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലലാണ്. അതിനുശേഷമോ അലാ ബിദിക്രില്ലാഹ്, ഈ ആയത്ത് ഓതണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. 7, 11, 21 തവണയൊക്കെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ഈ ഒരു ആയത്ത് ഒരൊറ്റ തവണ ഓതുമ്പോഴേക്കും, ഒറ്റത്തവണ ഈ ആയത്ത് ഓതുമ്പോഴേക്കും മനസ്സിലേക്കൊരു കുളിർമ വരും. ഇതുവരെ ഇല്ലാത്തൊരു കുളിർമ നിങ്ങളുടെ മനസ്സിന് വരും. പ്രിയപ്പെട്ടവരെ, മനസ്സിലെപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ, എപ്പോഴും വേവലാതിയുള്ളവർ,